ചാലക്കുടി മേലൂരിൽ സ്വയം പ്രസവമെടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒഡീഷ സ്വദേശി ഗുല്ലി ശാന്തി ദമ്പതികളുടെ കുട്ടിയാണ് പ്രസവത്തോടെ മരിച്ചത്. കാലടി കരുവപ്പടി ആ പ്രദേശത്ത് ഒരു കണ്ണമ്പള്ളി തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് കുറച്ച് ഹിന്ദിക്കാർ ഒറീസക്കാർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ ഭാര്യയും താമസിക്കുന്നുണ്ടായിരുന്നു. അവർ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ പ്രഗ്നൻ്റായി അവർ ഹെൽത്തുകാർ അറിഞ്ഞത് തന്നെ വളരെ വൈകിട്ടാണ് ഹെൽത്തുകാർ അറിഞ്ഞതും. അവർ ഹെൽത്തുകാർ ചെന്ന് പറയുകയും അവർ ഹോസ്പിറ്റലിൽ പോകാൻ അവർ മടി കാണിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തുതന്നെയായാലും കൊച്ച് പ്രസവത്തിൽ ഇന്ന് പ്രസവിക്കുകയും കൊച്ച് കൈയോടെ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ കൊച്ചിനെയും അമ്മയെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊച്ചിനെയും കൊണ്ടുവന്ന് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചേർത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വളരെ ദാരുണമായൊരു സംഭവം. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ചികിത്സ തേടാൻ ഉള്ള അലംഭാവമാണ് ഇത്തരത്തിൽ കുട്ടി മരിക്കാനിടയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒഡീഷ സ്വദേശികളായ ഗുല്ലി ശാന്തി ദമ്പതികളുടെ കുട്ടിയാണ് വീട്ടിൽ നടത്തിയ പ്രസവത്തിൽ മരണപ്പെട്ടത്. ചാലക്കുടി മേലൂരിൽ ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. തോമസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഒഡീഷ സ്വദേശികൾ താമസിക്കുന്നുണ്ടായിരുന്നു. അതിൽ പെട്ട ഒരു ദമ്പതികളുടെ കുട്ടിയാണ് ഇന്ന് മരണപ്പെട്ടത്. ഈ ഭർത്താവ് ഗുല്ലി പറയുന്നത് തിങ്കളാഴ്ച ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോയിരുന്നെങ്കിലും ഡോക്ടർ ഇല്ലാത്തതാണ് വീട്ടിൽ പ്രസവിക്കാൻ ഇടയാക്കിയെന്നൊരു ആരോപണം ഭർത്താവ് ഗുല്ലി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആശാവർക്കർമാർ പറയുന്നത് 2 ആഴ്ച മുൻപ് തന്നെ ആശുപത്രിയിൽ പ്രസവിക്കാനായി അഡ്മിറ്റ് ആകാൻ എന്ന് നിർദ്ദേശിച്ചിരുന്നതായിട്ടാണ് ആശാവർക്കർമാർ പറയുന്നത്. എന്തായാലും ഇത് കൃത്യമായി പാലിക്കാതെ വന്നതിനാലാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നത്. വീട്ടിൽ പ്രസവിക്കുമ്പോൾ സ്വയം ഇവർ പൊക്കിൾ കൂടി അറുത്ത് മാറ്റുകയൊക്കെ ചെയ്തു. ഇതിൽ മൂലമുണ്ടായ കൃത്യമായ ചികിത്സ ലഭിക്കാതെയാണ് ഈ കുട്ടി മരണപ്പെടാനിടയാക്കിയെന്നാണ് പ്രാഥമികമായി ഉള്ള വിവരം. എന്തായാലും ഈ കുട്ടിയുടെ അമ്മ ശാന്തിയും അതുപോലെ തന്നെ കുട്ടി ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലുണ്ട്. അമ്മയ്ക്ക് അതീവ രക്തസ്രാവമുണ്ട്, ഗുരുതരമായ രക്തസ്രാവമാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും അമ്മ ഇപ്പോഴും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും കൃത്യമായ ചികിത്സക്ക് വിധേയമാകാതെയാണ് ഇത്തരത്തിൽ കുട്ടി മരണപ്പെടാനും വീട്ടിൽ ഇത്തരത്തിൽ പ്രസവിക്കാനും കുട്ടി മരണപ്പെടാനും ഇടയാക്കിയ സാഹചര്യം ഉണ്ടായതെന്നാണ് നമുക്ക് ഇന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പൊക്കെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണം നടത്താനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഭർത്താവ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക്, കാരണം തിങ്കളാഴ്ച ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നത് എന്നാണ് കുട്ടിയുടെ ഭർത്താവ്, ഈ ശാന്തിയുടെ ഭർത്താവ്, കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. എന്തായാലും അതിലെല്ലാം ഇനി ആരോഗ്യവകുപ്പ് ഒക്കെ അന്വേഷണം നടത്തി കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രാഥമികമായി കൃത്യമായി ചികിത്സ ആശാവർക്കർ പറഞ്ഞത് ശരിയാണെങ്കിൽ കൃത്യമായി 2 ആഴ്ച മുൻപ് അഡ്മിറ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടിയുടെ ഇത്തരത്തിൽ ദാരുണമായ ഒരു മരണത്തിലേക്ക് നയിക്കുമായിരുന്നില്ല. അമ്മ ഇത്രയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. സുഖമായി പ്രസവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമായിരിക്കാം. എന്തായാലും അത്തരത്തിൽ ചികിത്സയൊന്നും തേടാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് പ്രസവിക്കേണ്ടി വന്നതും കുട്ടി മരണപ്പെടേണ്ടി വന്നതും അമ്മ ഇപ്പോൾ അതീവ രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നതുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ആതിര.